അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായിട്ടുള്ളൊരു ദുരന്തമാണ് കാലിഫോർണിയയിലും ലോസ് ആഞ്ചലസിലും സംഭവിച്ചിരിക്കുന്നത്. കാട്ടുതീ. മരണസംഖ്യ ദൈനംദിന ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ അത് ഏതാണ്ട് 30 എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. പ്രമുഖരായിട്ടുള്ള പല ഹോളിവുഡ് നടന്മാരുടെ വീടുകളടക്കം കത്തി നശിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഇന്ത്യയിലും വനമേഖലകൾ കൊണ്ട് വളരെയധികം സമ്പുഷ്ടമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഈ മേഖലകളൊക്കെ പലപ്പോഴും ഈ വനമേഖലയോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ടൂറിസ്റ്റ് പ്രദേശങ്ങളുമാണ്. നമ്മൾ ഈ ഒരു ഇന്ത്യയിൽ ഈ കാട്ടുതീ വരാനുള്ള സാധ്യതയുണ്ടോ? നമ്മുടെ ടൂറിസ്റ്റ് മേഖലകൾ ഉം. പലതും വനമേഖലകളോട് ചേർന്നുള്ളതാണ്. ഉം. അതേപോലെ തന്നെ പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും കുന്നിൻ പ്രദേശങ്ങളുമാണ്, ഉം. ഉയർന്ന പ്രദേശങ്ങളുമാണ്. ഈ രണ്ട് പ്രദേശങ്ങളിലും ഈ കാട്ടുതീ അല്ലെങ്കിൽ ആളിപ്പടരുന്ന തീയുടെ സാധ്യത വളരെ കൂടുതലാണ്. കൂടുതലാണ്. വളരെ കൂടുതലാണ്. കാരണം ഈ ലോസ് ആഞ്ചലസ് സിറ്റി ഓഫ് ഏഞ്ചൽസ്, ഉം. ധനാഢ്യന്മാരുടെ പറുദീസ, ലോകത്തിൻ്റെ വിനോദത്തിൻ്റെ കേന്ദ്രസ്ഥാനം, ഹോളിവുഡിൻ്റെ ആസ്ഥാനം. ഇതായിരുന്നു ലോസ് ആഞ്ചലസ്. ഇന്നത് നഷ്ടപ്പെട്ടു. ലോസ് എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചു എന്നാണ് അത് ദുഃഖസത്യമായി അവശേഷിക്കുകയാണ്. അവിടെ പ്രധാനമായി സംഭവിച്ചത് എന്താണ്? അവിടെ എങ്ങനെ ഈ കാട്ടുതീ ഉണ്ടായി, എങ്ങനെ ഇത് വ്യാപിക്കുന്നു, ഈ രണ്ട് ഘടകങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അത് നമ്മൾ നിസ്സംഗരായി ദൂരെ നോക്കി നിൽക്കുന്നതിൽ അർത്ഥമില്ല. നമ്മൾ അടുത്ത കാലം വരെ ഈ കാലാവസ്ഥ വ്യതിയാനം എന്ന പദം കേൾക്കുമ്പോൾ നമ്മൾ ധരിച്ചിരുന്നത് ഇത് വല്ല അന്തർദേശീയ സെമിനാറുകളിലൊക്കെ ഉപയോഗിക്കേണ്ട ഒരു വാക്കാണ്, അല്ലെങ്കിൽ രാഷ്ട്രത്തലവന്മാർക്ക് ഒത്തുകൂടുമ്പോൾ ഒപ്പുവെക്കുന്ന കരാറിലെ ഒരു 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 സബ്ജക്റ്റ്, ഒരു വിഷയമാണ് കാലാവസ്ഥ വ്യതിയാനം എന്നാണ് കരുതിയിരുന്നത്. ഈ കാലാവസ്ഥ വ്യതിയാനം നിരന്തരം എല്ലാ സ്ഥലങ്ങളിലും, ഈ ഗ്ലോബിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ചൂട് വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് അറിയാൻ ബാധ്യസ്ഥരാണ്. ഇതിൻ്റെ അനന്തര ഫലങ്ങൾ എന്തൊക്കെയാണെന്ന്. ഈ ലോസ് ആഞ്ചലസിൻ്റെ പ്രത്യേകത, ഇപ്പോൾ ഈ കാട്ടുതീ ഉണ്ടായിരിക്കുന്ന ലോസ് ആഞ്ചലസിൽ ഇപ്പോൾ ശൈത്യകാലമാണ്. അപ്പോഴാണ് ഈ കാട്ടുതീ ഉണ്ടായിരിക്കുന്നത്. ഇതിന് കാരണം അവിടുത്തെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു വർഷത്തിൻ്റെ ഏറിയ ഭാഗം സമയത്ത്. കഴിഞ്ഞ 2024 അവിടെ ഒരു കൊടും, അതായത് അവർ പ്രതീക്ഷിക്കാത്ത വലിയ മഴയുണ്ടാകുന്നു. അത് അപ്രതീക്ഷിതമായി. അത് കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഒരു ഭാഗമാണ് അപ്രതീക്ഷിതമായ മഴ. ആ മഴയുടെ ഭാഗമായിട്ട് അവിടെ ഉള്ള ഈ വന സസ്യ മേഖല തഴച്ചു വളരുന്നു. വൃക്ഷങ്ങളും സസ്യലതാദികളും തഴച്ചു വളരുന്നു. അങ്ങനെ പച്ചപ്പ് അതിൻ്റെ പരമകാശയിലെത്തുന്നു. അതിനുശേഷം അപ്രതീക്ഷിതമായ കൊടും വരൾച്ച. ഈ ഉണ്ടായ വനമേഖല കത്തിക്കരിഞ്ഞു നിൽക്കുന്ന അവസ്ഥ. ആ അവസ്ഥയിലാണ് ഈ ശൈത്യകാലത്ത് ഈ തീ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ മഴക്കാലത്തുണ്ടായി സമൃദ്ധമായ വനമേഖല, ഉഷ്ണകാലത്ത് കരിഞ്ഞു നിൽക്കുന്ന വനമേഖല ഇന്നത്തെ തീക്കൊരു ഇന്ധനമായി മാറി. അതാണ് അതിന് ഒരു കാരണം. ഈ തീ എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെക്കുറിച്ച് ചിലർ പറയുന്നത് അവിടെ ഉണ്ടായ തീപ്പൊരിയാണ്, മനുഷ്യനിർമ്മിതമാണ്, ഈ വൈദ്യുതി കമ്പികൾ മൂലമാണ്. ഇതൊക്കെ ആ സിറ്റി പല വർഷങ്ങളായിട്ട്, നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്നതാണ്. അന്നൊന്നും ഇല്ലാത്തതാണ്. ഇതിന് ഈ പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന ചില തീപ്പൊരികളൊക്കെയാണ് ഇതിന് കാരണമെന്ന് പറയുന്നത്. പക്ഷേ ഈ തീപ്പൊരി അവിടെ എങ്ങനെ വ്യാപിക്കുന്നു എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഇത് നമുക്കും ബാധകമാണ്. കാരണം ഇത് ഈ ഒരു തീപിടുത്തം, ഫയർ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഫയർ പോകുന്നത്, ഇതിൻ്റെ തീനാളങ്ങൾ മുകളിലേക്കാണ് പോകുന്നത്. ഈ പ്രദേശങ്ങളിലെ പല വീടുകളും, ധനാഢ്യന്മാരുടെ പല വീടുകളും വലിയ കുന്നിൻ ചെരുവുകളിൽ ഉണ്ടാക്കിയ സമനിരപ്പിലാണ് അവരുടെ രമ്യഹർമ്മങ്ങളൊക്കെ സ്ഥാപിച്ചിരുന്നത്, കൊട്ടാര സമാനമായ. അപ്പോൾ ഈ തീനാളങ്ങൾ മുകളിലേക്ക് പോകുന്നു. ഒപ്പം ഈ തീനാളങ്ങളെ വ്യാപിപ്പിക്കുന്ന രീതിയിലുള്ള 100 മുതൽ 200 കിലോമീറ്റർ വരെ സ്പീഡുള്ള ചില കാറ്റുകളാണ്, ഫോവിൻ, സാന്റ ആന എന്നൊക്കെ പേരുള്ള ചില കാറ്റുകൾ. ഇത് കരക്കാറ്റാണ്. അതായത് കരയിൽ നിന്ന് ഉത്ഭവിക്കുന്ന കാറ്റാണ്. നമുക്കുള്ള ഒരു ഭാഗ്യം, നമ്മുടെ കാറ്റ് പൊതുവെ കടൽക്കാറ്റാണ്. കടലിൽ നിന്ന് ഉത്ഭവിച്ച് കരയിലേക്ക് വീശുന്നതാണ്. അപ്പോൾ അതിൽ ധാരാളം ഈർപ്പമുണ്ട്. അപ്പോൾ ആ കാറ്റിൽ തീ പടരാനുള്ള ഒരു സാധ്യത താരതമ്യേന കുറവാണ്. പക്ഷേ ലോസ് ആഞ്ചലസിലെ കാറ്റ് ഇത് വലിയ കുന്നിൻ പുറങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. നിൽക്കുന്നില്ല. അതുകൊണ്ട് ഇത് സ്പ്രെഡ് ചെയ്യാനുള്ള വളരെ സാധ്യത, വലിയ വ്യാപകമായി ഇത് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ നഷ്ടം $150 ബില്യൺ ആണെന്ന് പറയുന്നത്. ഒരു ബില്യൺ എന്ന് പറഞ്ഞാൽ 1 എഴുതി 12 പൂജ്യം ഇട്ട സംഖ്യയാണ്. ഇതിന്റെ നഷ്ടം വളരെ വിപുലമാണ്. 12,000-ഓളം കെട്ടിടങ്ങളാണ് തകർന്നത്. പ്രധാനമായിട്ടുള്ള ഹോളിവുഡിലെ നടന്മാരായിട്ടുള്ള ആന്റണി ഹോപ്കിൻസ്, പാരിസ് ഹിൽട്ടൺ
അതുപോലെ തന്നെ മെൽ ഗിൽബൺ, ബില്ലി ക്രിസ്റ്റൽ, ഇവരുടെയൊക്കെ വീടുകളൊക്കെ തകർന്നിരിക്കുകയാണ്. വീടുകളും അവരുടെയൊക്കെ അമൂല്യങ്ങളായ അവാർഡുകൾ ഉൾപ്പെടെ കത്തിപ്പോയെന്ന് പറഞ്ഞ് കരയുന്ന കാഴ്ചകളൊക്കെ നമ്മൾ മാധ്യമങ്ങളിൽ കാണുന്നതല്ലേ. അപ്പോൾ ഇത് നമ്മളെ പോലൊരു രാജ്യത്തിന്, ഈവൻ ഈ കൊച്ചു കേരളത്തിൽ ഇരിക്കുന്ന നമ്മൾ പോലും കരുതിയിരിക്കണം. കാരണം നമ്മുടെ ടൂറിസം മേഖലയിൽ പൊതുവെ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ഈ ക്യാമ്പ് ഫയർ. നമ്മൾ പൊതുവെ ഈ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഈ കുട്ടികൾ എല്ലാവരും ഒരു ക്യാമ്പ് ഫയർ, ഈ ടൂർ പാക്കേജിന്റെ ഒരു എലമെന്റ് ആണ് ക്യാമ്പ് ഫയർ. ഈ ക്യാമ്പ് ഫയർ സമയത്ത് നമ്മൾ മനസ്സിൽ വെക്കണം ഇനി മുതൽ. കാര്യം കാലാവസ്ഥ മാറി. മുൻകാലങ്ങളിൽ ക്യാമ്പ് ഫയർ നടത്തിയതുപോലെ അല്ല ഇന്നത്തെ ക്യാമ്പ് ഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായില്ലേ? ഈ എംബർ എന്ന് പറയും, ഈ തീപ്പൊരിക്ക് എംബർ അല്ലെങ്കിൽ ഫയർ ബ്രാൻഡ്, അതാണ് തീപ്പൊരി. ഈ തീപ്പൊരി വളരെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും. ഇപ്പം ഈ ലോസ് ആഞ്ചലസ് നഗരം ഒരു വളരെ പ്ലാൻഡ് സിറ്റിയാണ്. ഈ ഫാക്ടറികളിലൊക്കെ ഫയർ ഹൈഡ്രന്റ്, ഈ ചുമന്ന വെള്ളം വരുന്ന കുഴലുകൾ, പൈപ്പുകൾ സ്ഥാപിച്ചിരിക്കുകയാണ്, കാണാമല്ലോ. അത് ഫാക്ടറികളിലേ ഉള്ളൂ. നമ്മുടെ നഗരങ്ങളിലൊന്നും അത് വളരെ അപൂർവമാണ്. ഈ ലോസ് ആഞ്ചലസിൽ ആ സംവിധാനം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ വെള്ളമൊക്കെ തീർന്നു പോയി. ആ വെള്ളം തീർന്നു കഴിഞ്ഞാൽ ഈ പൈപ്പിലൂടെ വരുന്ന വെള്ളത്തിന്റെ പ്രഷർ കുറവായിരിക്കും, അണയ്ക്കാൻ പറ്റില്ല. ഇവിടെ ഈ കൊടുങ്കാറ്റ് കാരണം ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള തീ അണയ്ക്കലും അപ്രായോഗികമാണ്. അപ്പോൾ ഈ പ്രകൃതി ദുരന്തം മനുഷ്യന് നിയന്ത്രിക്കുന്നതിന് അപ്പുറമായിട്ട്, ഇതിനെ ആക്ട് ഓഫ് ഗോഡ് എന്നാണ് നിയമത്തിൽ പറയുന്നത്. ദൈവം നിർമ്മിച്ച പ്രകൃതി ദുരന്തം മനുഷ്യൻ നിസ്സഹായനായി നോക്കി നിൽക്കാനേ ആവൂ. ഈ സ്ഥാപനങ്ങളിൽ, ഈ അമേരിക്കയിലൊക്കെ ഇൻഷുറൻസ് കൾച്ചർ വളരെ കൂടുതലുള്ള കാരണം രമ്യകർമ്മങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ ഈ ധനാഢ്യന്മാർ വലിയ തുകയ്ക്ക് ഇൻഷുർ ചെയ്യും. ഇന്ന് ഇൻഷുറൻസ് കമ്പനികൾ ഇപ്പോൾ ഈ ഫയർ അവർ ഇൻഷുറൻസിന് എടുത്ത് കളഞ്ഞു, ഈ കൂടെ കൊണ്ടുവന്ന തീപിടുത്തം കാരണം. ഇത് സ്റ്റേറ്റ് സഹായിച്ചാൽ മാത്രമേ ഇൻഷുറൻസ് കമ്പനികൾക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരം നൽകാനാവുന്ന. അത് വ്യവസായത്തെയും ധനകാര്യ മേഖലയും പോലും ഈ കാട്ടുതീ ബാധിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ കൊച്ചു കേരളത്തിൽ നിസ്സംഗതയോടുകൂടി ലോസ് ആഞ്ചലസിൽ എന്ത് സംഭവിച്ചു എന്ന് കണ്ടുകൊണ്ടിരിക്കുകയല്ല വേണ്ട. നമ്മൾ കൃത്യമായിട്ടുള്ള ജാഗ്രതയും ബോധവൽക്കരണവും. ഇനിയും ദൗർഭാഗ്യകരമായ ഒരു തീപിടുത്തം ഉണ്ടായാൽ നമ്മൾ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം, അത് സർക്കാർ തലത്തിൽ മുൻകൈ എടുത്ത് ഈ മോക്ക് ഡ്രില്ല് പോലുള്ള, അതായത് പ്രത്യേകിച്ചും ഈ തീപിടുത്ത സാധ്യതയുള്ള മേഖലകളിൽ താമസിക്കുന്നവർക്കും അല്ലെങ്കിൽ ടൂറിസ്റ്റ് സമയങ്ങൾക്കും ഒക്കെ ഒരു മോക്ക് ഡ്രില്ല് പോലുള്ള ഒരു പഠന സംവിധാനം ഏർപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. ഒപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഈ കാലാവസ്ഥ വ്യതിയാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗോളതലത്തിൽ രാഷ്ട്രതലവന്മാർ കാണുമ്പോൾ ചർച്ച ചെയ്യാനുള്ള ഒരു വിഷയമല്ല. നമ്മൾക്കൊക്കെയും ബാധ്യതയുണ്ട്. അതായത് ചില ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയും, ഹരിതഗ്രഹ വാതകങ്ങൾ, കാർബൺ ഡൈ ഓക്സൈഡാണ് പ്രധാനമായിട്ടും. ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് ക്രമാതീതമായി വർദ്ധിച്ചു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ, അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിക്കും. അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിച്ചു ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്യുന്ന പ്രകൃതിയിലെ ഘടകമാണ് മരങ്ങൾ. ഈ വൃക്ഷങ്ങൾ ഇല്ലാതായി കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ആഗിരണം കുറയും. അപ്പോൾ ഈ ആഗിരണം ചെയ്യപ്പെടാത്ത കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് അന്തരീക്ഷത്തിൽ വർദ്ധിക്കും, തങ്ങി നിൽക്കും. ഇതാണ് താപനിലയെ വർദ്ധിപ്പിക്കുന്നത്. ആഗോള താപനില വർദ്ധിക്കുന്നതിന് ഒരു കാരണം ഈ കാർബൺ ഡൈ ഓക്സൈഡ് പ്രധാനമായിട്ടും വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നാണ് വരുന്നത്. പിന്നെ നമ്മുടെ ഓട്ടോമൊബൈൽ, അതുകൊണ്ടാണ് ഓട്ടോമൊബൈലും ഒക്കെ ഈ ഫോസിൽ ഫ്യൂവൽ, അതായത് നമ്മൾ ഈ പെട്രോൾ ബേസ് ആയിട്ടുള്ള ഇന്ധനങ്ങളിൽ നിന്ന് മാറണം എന്ന് ആവശ്യപ്പെടുന്നതും. ഇതൊക്കെ ഈ ഒരു അവസരത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തുകൊണ്ടാണ് ഇതൊക്കെ ഈ ശാസ്ത്രജ്ഞന്മാർ അല്ലെങ്കിൽ പറയുന്നുള്ളത്? ഈ ഉഷ്ണം കൂടുമ്പോൾ അത് ഈ മരമേഖലയെ ചേർന്ന് വരികയും അവിടുന്ന് തീ ഉണ്ടാവുന്നതെന്നാണോ സാർ പറയുന്നത്? ഈ ഉഷ്ണം കൂടുന്ന, അതായത് ഒരു തീപ്പൊരി മനുഷ്യനിർമ്മിതമോ പ്രകൃതിയിൽ നിന്ന്, ഇവിടെ വലിയ ഇടിമിന്നലിൽ നിന്ന് തീപ്പൊരി ഉണ്ടാകും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇലക്ട്രിക് സ്പാർക്ക് കാരണം ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ടൂറിസം മേഖലയിലുള്ള ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് ഓപ്പറേറ്റർ, ഹോട്ടൽ, അല്ലെങ്കിൽ ആരെങ്കിലും ഇപ്പം പുകവലി നിരോധിച്ചിട്ടുണ്ടെങ്കിലും ആരെങ്കിലും വകതിരിവില്ലാതെ നിയമലംഘനത്തിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന പുകവലി, ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു ചെറിയ തീപ്പൊരി പണ്ടിതൊരു തീയായിട്ട് ആളിപ്പടരാനുള്ള സാധ്യത കുറവായിരുന്നു. ഇന്നത് മാറി. കാരണം അന്തരീക്ഷ താപനില വളരെ ഉയർന്നു നിൽക്കുകയാണ്. പണ്ട് വൃക്ഷങ്ങൾ വളരെ സമൃദ്ധമായി ഉണ്ടായിരുന്ന സമയത്ത് അന്തരീക്ഷ താപനില ഇത്ര ഭയാനകമായ രീതിയിലല്ലായിരുന്നു. ഇന്ന് അന്തരീക്ഷ താപനില ഉയർന്നു നിൽക്കുകയാണ്. അതിന് കാരണം ആഗോള താപനമാണ്. നമ്മൾ കൊച്ചു കേരളത്തിൽ ഇരിക്കുമ്പോൾ ആഗോള താപനം ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന അപ്രതീക്ഷിതമായ വ്യതിയാനങ്ങളൊക്കെ അതിൻ്റെ സൂചികകളാണ്. അപ്പോൾ നമ്മൾ വളരെ ജാഗ്രതയായിട്ടിരിക്കണം. ലോസ് ആഞ്ചലസിൽ ഉണ്ടായി എന്ന് പറഞ്ഞ് നിസ്സംഗതയോടെ പത്രങ്ങൾ വായിച്ച് ഇരിക്കുന്നതിനോടൊപ്പം നമ്മളും ബോധവാന്മാരായിരിക്കണം. നമ്മുടേതായ പങ്ക് വഹിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതാണ് നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ടത്. എന്തായാലും ഒരു വല്ലാത്ത, എന്താ പറയാ, ദുരന്ത സിനിമകളെ പോലും വെല്ലുന്ന രീതിയിലുള്ളൊരു വല്ലാത്തൊരു ദുരന്തമാണ് ഈ ലോസ് ആഞ്ചലസിൽ സംഭവിച്ചത്. ഇപ്പം നമ്മളെ ഈ ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയൊക്കെ ഇന്ത്യയിലെ വനമേഖലകളിലും ഇത്തരം രീതിയിൽ കാട്ടുതീ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തതും ഈ ഉഷ്ണതരംഗത്തെക്കുറിച്ചാണ്. വല്ലാത്ത രീതിയിൽ ഉഷ്ണം കേരളത്തിലടക്കം ടെമ്പറേച്ചർ വല്ലാത്ത രീതിയിൽ വ്യാപിക്കുന്നു.
ചില സമയങ്ങളിൽ 50 ഡിഗ്രി വരെ പോയ സാഹചര്യങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് ഈ പാലക്കാട് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ. അപ്പോൾ യഥാർത്ഥത്തിൽ വളരെ കൃത്യമായിട്ട് എങ്ങനെയാണ് നമുക്കിതിനെ ഈ കാട്ടുതീ വരുന്നതിൽ നിന്ന് എന്താണ് അതിന് പ്രിക്വേഷൻസ് എന്തൊക്കെയാണ് കൃത്യമായിട്ട് നമ്മൾ എടുക്കേണ്ടത്? നമുക്ക് ചെയ്യാവുന്നത്, നമുക്ക് ഫയർ അലാംസ്, ഉം. അതായത് ഇപ്പോൾ വെള്ളപ്പൊക്ക സൂചന, ഉം. ഈ വളരെ ലളിതമായി പറഞ്ഞാൽ മഴ പെയ്യാനുള്ള സാധ്യതയും യെല്ലോ അലർട്ടും ഒക്കെ പ്രഖ്യാപിക്കുന്നുണ്ടല്ലോ. അതുപോലെ ഫയർ അലാം സിസ്റ്റംസ് ഉം. സ്ഥാപിക്കണം. ഉം. മനസ്സിലായില്ലേ? ഈ തീപിടുത്തം ഉണ്ടാകാൻ സാധ്യതയുള്ള മേഖലകളിൽ ഉം. ഫയർ അലാം എന്ന് പറഞ്ഞാൽ ഞാൻ ശബ്ദമല്ല ഉദ്ദേശിച്ചത്, സൂചികകൾ നൽകണം. ഉം. മേഖലകളെ ഈ അഗ്നിക്കിരയാകാൻ സാധ്യതയുള്ള മേഖലകളെ തരംതിരിക്കണം. മുന്നറിയിപ്പ് സൂചികകൾ ജനങ്ങൾക്ക് നൽകണം. ഇനി ചില പ്രത്യേക കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുന്നതനുസരിച്ചും ഉഷ്ണം തരംഗം വർദ്ധിക്കുന്നതനുസരിച്ചും ഉഷ്ണത്തിൻ്റെ താപനില വർദ്ധിക്കുന്നതനുസരിച്ചും ഈ മേഖലകളിൽ, പ്രത്യേകിച്ചും ജനങ്ങൾ ഒത്തുകൂടുന്ന മേഖലകളിൽ ഫയർ ഉണ്ടാകാനുള്ള സാധ്യത അറിയിക്കുന്ന സൂചികകൾ ഗവൺമെൻറ് കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മുടെ വെള്ളപ്പൊക്ക സൂചിക, ഈ എർത്ത് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അത്തരം ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ മാറണം. അമേരിക്കയിൽ ഈ ലോസ് ആഞ്ചലസിൽ നിരന്തരം കൊടുത്തുകൊണ്ടിരുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് അങ്ങനെ സംവിധാനം ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഇല്ല എങ്കിൽ അതുകൂടി നടപ്പാക്കാൻ നമ്മൾ ഇന്ന് ബാധ്യസ്ഥരാണ്. നമ്മൾ യാത്ര ചെയ്യുന്നവർ, ജീവിക്കുന്നവർ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കേരളത്തിനെക്കാട്ടിലും കൂടുതൽ അതിന് സാധ്യത ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളിൽ തീർച്ചയായിട്ടും മറ്റു പ്രദേശങ്ങളിലുണ്ട്. ഉഷ്ണ താപനില വളരെ കൂടിയ എല്ലാ മേഖലകളിലും ഉണ്ട്. നമ്മൾ കേരളം മറ്റു മേഖല എന്നുള്ളതല്ല, ഓരോ മനുഷ്യരും ഇതറിയാൻ ബാധ്യസ്ഥരാണ്. ആഗോള കാലാവസ്ഥ വ്യതിയാനം പറഞ്ഞ പോലെ ഇതൊരു സെമിനാറിൽ മാത്രം ഒതുങ്ങിത്തീരേണ്ട വിഷയമല്ല. നമ്മൾ പത്രങ്ങളിൽ വായിച്ച് ഇത് ആഗോളതലത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായിട്ട് കാണരുത്. കുറച്ചുകൂടി ഗൗരവവും സീരിയസ്നെസ്സും ഈ വിഷയത്തിൽ നമ്മൾ കൊടുക്കണം. നമ്മൾ ഓരോ വ്യക്തികൾക്കും ഉള്ള പങ്ക് എന്താണെന്ന് മനസ്സിലാക്കി അത് നിറവേറാനുള്ള സന്നദ്ധത കാണിക്കണം. അതാണ് ഇതിൻ്റെ മെസ്സേജ്.